നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 മാർച്ച് മാസം മുതൽ 2024 ഡിസംബർ മാസം വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രേവതി നക്ഷത്രക്കാരുടെ മാർച്ച് മാസഫലം. സ്ത്രീകൾക്ക് വസ്ത്രം, ആഭരണം എന്നിവ ലഭിക്കും. സർക്കാർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഉന്നതി ഉണ്ടാകും. പ്രണയകാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകുകയും പ്രണയവിവാഹങ്ങൾ നടക്കുവാൻ സാധ്യതയും ഉണ്ടാകുന്നു. വില കൂടിയ വസ്തുക്കൾ നഷ്ടമാകാനിടയുണ്ട്. പൊതുപ്രവർത്തന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഭൂമി ഇടപാടുകൾ എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. രേവതി നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസഫലം. പത്രപ്രവർത്തന മേഖലയിലും എഴുത്തുകാർക്കും സമയം അനുകൂലമാണ്. ഓഹരി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ ലാഭം നേടുകയും ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപ്പര്യമുണ്ടാകുകയും ചെയ്യും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. അത് ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ട്. രേവതി നക്ഷത്രക്കാരുടെ മെയ് മാസഫലം. വിവാഹ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ മൂലം പരസ്പരം കലഹമുണ്ടാകും. മുതിർന്ന ആൾക്കാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും സന്തോഷവും വിജയവും കൈവരിക്കും. പിതൃതുല്യരായവരുടെ വേർപാട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുമെങ്കിലും ഒരു കാര്യങ്ങൾക്കും വാക്കുകൊടുക്കാതിരിക്കുക. കഴിയും വിധം കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുക. കേസുകൾ വരുവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. രേവതി നക്ഷത്രക്കാരുടെ ജൂൺ മാസഫലം. വിദേശ രാജ്യങ്ങളിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. ധനപരമായ ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വീട്ടിലുള്ള വിലയേറിയ പല വസ്തുക്കളും നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. വിചാരിച്ച ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ അല്പ തടസ്സം ഉണ്ടാകും. സ്ഥിരോത്സാഹം കുറയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും വിധം ശ്രമിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്ന് അപമാനകരമായ പെരുമാറ്റമുണ്ടായാലും ക്ഷമ കൈവിടരുത്. രേവതി നക്ഷത്രക്കാരുടെ ജൂലൈ മാസഫലം. പറഞ്ഞുറപ്പിച്ച വിവാഹ നിശ്ചയങ്ങൾ മാറിപ്പോവുവാൻ സാധ്യതയുണ്ട്. ആഹാരത്തിൽ നിന്നുമുള്ള ചില അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതായത് ഫുഡ് പോയ്സൺ മുതലായ അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതാകുന്നു. കഴിയും വിധം പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അഭിനയം, നൃത്തം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അവരുടെ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും. രേവതി നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസഫലം. മനസ്സിന് ഇണങ്ങിയ പങ്കാളിയെ കണ്ടെത്തും. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. സ്ത്രീജനങ്ങൾക്ക് അപമാനകരമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരും. പുതിയ വാഹനം, വസ്ത്രം, ആഭരണം എന്നിവ സ്വന്തമാക്കും. സന്താനഭാഗ്യം കൊതിക്കുന്നവർക്ക് സന്താനങ്ങൾ ജനിക്കുവാൻ അനുകൂല സമയമാകുന്നു. രേവതി നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസഫലം. വരുമാനത്തിൽ വർധനവുണ്ടാകുകയും സുഹൃത്ത് ബന്ധങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പിണങ്ങി നിന്നിരുന്ന കുടുംബങ്ങൾ ഒത്തുചേരുകയും കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയുണ്ടാകുകയും ബിസിനസ് രംഗത്ത് വളരെയേറെ പ്രതിസന്ധികൾ മറികടക്കേണ്ടതായി വരും. രേവതി നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസഫലം. പണി മുടങ്ങിക്കിടന്നിരുന്ന വീടുപണികൾ പുനരാരംഭിക്കുവാനും സമയം അനുകൂലമായി വരുന്നു. ബിസിനസ്സിൽ നഷ്ടമുണ്ടാകുകയും മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ബന്ധുക്കളുമായി സഹകരണമുണ്ടാകും. പരീക്ഷയിൽ അപ്രതീക്ഷിതമായ വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. രേവതി നക്ഷത്രക്കാരുടെ നവംബർ മാസഫലം. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുകയും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായ സഹകരണങ്ങൾ, യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരാജയം സംഭവിക്കുകയും ചെയ്യുന്നു. രേവതി നക്ഷത്രക്കാരുടെ ഡിസംബർ മാസം. ഭൂമിപരമായ തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഉദ്യോഗത്തിൽ ഉന്നതിയുണ്ടാകും.
തൊഴിലിൽ മാന്യതയും പദവിയും ലഭിക്കും. പ്രവർത്തന മേഖല വികസിക്കും. കേസുകളിൽ വിജയം പ്രതീക്ഷിക്കാം. ഈശ്വരചിന്ത വർദ്ധിക്കും. ഈ കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് 7.5 ശനി കാലഘട്ടം ആയതിനാൽ ശാസ്താവിന് നീരാഞ്ജനവും ഹനുമാൻ സ്വാമിക്ക് വടമാലയും ശബരിമല ദർശനവും മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും ഉത്തമമായിരിക്കും.